അങ്ങനെ ഏറ്റവും കൂടുതൽ ആൾക്കാരും റിക്വസ്റ്റ് ചെയ്ത ആ ടോപ്പിക്. ഷെയ്ഡിങ് ഈസ് ഓൾ അബൌട്ട് സ്കിൽസ്, നോട്ട് അബൌട്ട് എക്സ്പെൻസീവ് ടൂൾസ്. പലരും ഇതേപോലെയും ഇങ്ങനെ കുത്തിയൊക്കെ വരച്ച് ഷെയ്ഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് അങ്ങനല്ല ചെയ്യേണ്ടത്. ആദ്യം തന്നെ ഒരു ടിപ്പിനെ കുറിച്ച് പറയാം. അത് തന്നെ ടിപ്പ്. പെൻസിലിൻ്റെ ടിപ്പ് എപ്പോഴും ഷാർപ്പായി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, എന്ത് കാര്യത്തിനും ഒരു കൺട്രോൾ ഉണ്ടാവണം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ കൺട്രോൾഡും കൺസിസ്റ്റൻറ്റും അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ബ്ലാക്ക് സ്പോട്ട്സ് പേപ്പറിൽ ഉണ്ടാവാനും ഡ്രോയിങ് കൊളവാനും സാധ്യതയുണ്ട്. ഒരേ പ്രഷറിൽ അധികം ധൃതിയൊന്നും കാണിക്കാതെ വേണം ഷെയ്ഡിങ് ചെയ്യാനായിട്ട്. നമ്മൾ നോർമലി ചെയ്യുന്ന ഈ ഒരു ഷെയ്ഡിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഹാച്ചിങ് മെത്തേഡാണ്. എന്നാൽ പലരും അതിനെ ക്രോസ് ഹാച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി ഈ പെൻ ആർട്ടൊക്കെ ചെയ്യുന്നവർ. അവർ ചെയ്യുന്ന ഈ ഒരു മെത്തേഡിനെ ക്രോസ് ഹാച്ചിങ് മെത്തേഡ് എന്നുമാണ് പറയുന്നത്. പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ സ്ക്രിബിൾ ആർട്ടാണ്. അതിന് യൂസ് ചെയ്യുന്നത് സ്കംപ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ അത്യാവശ്യം പ്രഷർ കൺട്രോൾ ചെയ്ത് ലെയർ ബൈ ലെയറായി നീറ്റായി ഈ പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് ഇതേപോലെയുള്ള ഡ്രോയിങ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇതേപോലെയൊക്കെ വരയ്ക്കാൻ ഷെയ്ഡിങ് മാത്രം പോരാ കേട്ടോ, ഒരു ചെറിയ പ്രോസസ്സ് കൂടെ ഉണ്ട്.